രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് ആക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇതേ കണക്ക് രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് വട്ടം ഉണ്ടെങ്കിൽ രാഹുൽ ഇതേ കണക്ക് രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റ് പോലെ ഇതേ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇട്ടുകൊണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിയുടെ മെയിൻ ആളാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് ഇതേ കണക്ക് അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യാൻ പാടില്ലെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഈ പോസ്റ്റ് കണ്ടതിന് ശേഷം ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തെറ്റിയത് ആരായിരുന്നാലും ശരി അവർക്ക് വേണ്ട ശിക്ഷ കിട്ടണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ രാഹുൽ ഈശ്വർ രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരാളൊരു തെറ്റ് ചെയ്താൽ അത് അയാൾ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയാൻ വേണ്ടി തയ്യാറായിരിക്കണം. അതല്ലാതെ ഒരു സൈഡ് മാത്രം എപ്പോൾ നോക്കിയാലും പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയുള്ള കാര്യമല്ല. ചില സമയങ്ങളുണ്ടെങ്കിൽ ഇതേ കണക്ക് രാഹുൽ ഈശ്വർ പറയുന്നത് കറക്റ്റ് തന്നെയാണ്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇതേ കണക്കുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ആളുടെ സൈഡാണ് എപ്പോൾ നോക്കിയാലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ പിന്നെയും വന്നിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്ര ശരിയായുള്ള കാര്യമല്ല. കറക്റ്റായിട്ട് എന്തുവെന്ന് മനസ്സിലാക്കി സംസാരിക്കുക. എപ്പോൾ നോക്കിയാലും ഒരാളുടെ സൈഡ് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ള കാര്യമല്ല.